അറിയാം ഈ PVC മെറ്റയുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1.5 ബില്യൺ ആണ്. 1.5 ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ. ഇതിന്റെ 80% ഈ സിസ്റ്റമാണ് ഹോൾഡ് ചെയ്യുന്നത്. 20% സിസ്റ്റം പുറത്തേക്ക് കൊടുക്കുന്നത്. ആ 20% നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. ഇപ്പൊ ഡോളറിന്റെ 80% അവർ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ ഈ PVC മെറ്റയ്ക്ക് പകരമായിട്ട് മറ്റൊരു NFT ടോക്കൺ ലോകത്തില്ലാത്തത് കൊണ്ടും ലോകത്തുള്ള എല്ലാ ടെക്നോളജികളും ബ്ലെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു 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 NFT ടോക്കൺ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും ഇത് എല്ലാ ലോകരാജ്യങ്ങൾക്കും ഈ PVC മെറ്റ് ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കോൺട്രാക്റ്റുകൾ ഈ സിസ്റ്റത്തിനെ സംബന്ധിച്ചുണ്ട്. അപ്പൊ സിസ്റ്റത്തിന് വളരെ വലിയ ലാഭം ഈ 80% ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മളെ ഈ സിസ്റ്റം ഇവരുടെ പാർട്ട്ണർ ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സിസ്റ്റം ഒരു കാര്യം ചെയ്യുന്നു, നമ്മൾ വാങ്ങിയത് കൂടാതെ ഈ സിസ്റ്റത്തിന്റെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം കൂടെ നമ്മൾ സീഡ് പാർട്ണർഷിപ്പ് ആരംഭിച്ചതിന്റെ പിറ്റേന്ന് മുതൽ തരാൻ വേണ്ടി തുടങ്ങുന്നു. നമ്മുടെ മുതലും ലാഭം കൂടെ ചേർത്ത് നമുക്ക് തരാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ 1000 ദിവസം നമുക്ക് നൽകുന്ന ഒരു പ്രക്രിയയിലാണ് ഈ സീഡ് പാർട്ണർഷിപ്പ് നിൽക്കുന്നത്. അതിനുവേണ്ടി സിസ്റ്റം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡെയിലി 0.20 വെച്ചുള്ള റിട്ടേൺ. അത് നമുക്ക് 1000 ദിവസക്കാലം കിട്ടുന്നു. നമ്മൾ 1000 PVC മെറ്റ 5000 രൂപ കൊടുത്ത് 1000 PVC മെറ്റ മേടിച്ചാണ് നമ്മൾ ഈ സീഡ് പാർട്ണർഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. പിറ്റേ 0.20 വെച്ചുള്ള റിട്ടേൺ നമുക്ക് ആ ദിവസം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ PVC മെറ്റ എത്രയായിട്ട് മാറും? 2000 മെറ്റയായിട്ട് മാറും. ഇതാണ് മറ്റിതര ക്രിപ്റ്റോകളും ഈ PVC മെറ്റ തമ്മിലുള്ള ഒരു കാതലായിട്ടുള്ള ഡിഫറൻസ്. മറ്റിതര ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോകൾ നമ്മൾ മേടിച്ചു വെച്ചാൽ അതൊരിക്കലും അതിന്റെ എണ്ണത്തിൽ വർധനവില്ല, എണ്ണം വർദ്ധിക്കുന്ന ഒരവസ്ഥയില്ല. പക്ഷെ ഇവിടെ 100% നമ്മൾ വാങ്ങിയതിന്റെ ഇരട്ടി നമുക്ക് വിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ സിസ്റ്റം ഒരുക്കി തരുന്നു. ഒപ്പം ഇതിന് സമാനതകളില്ലാത്ത ചാൻസുകൾ. കാരണം എന്താണ്? എല്ലാ ടെക്നോളജികളിലും ഇത് യൂസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, ഈ വർഷം ഇത് ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരവസ്ഥ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിലൂടെ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു അവസ്ഥ എല്ലാം PVC മെറ്റ ഉപയോഗിച്ച് ഈ സിസ്റ്റം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് ശരിക്കും 2025. ഇങ്ങനെ വരുമ്പോൾ ഈ PVC മെറ്റയുടെ വില കുറഞ്ഞാലും കൂടിയാൽ ഏറെ നേട്ടം, കുറഞ്ഞു പോയാലും നമുക്ക് ഈ കൂടുതൽ എണ്ണം കിട്ടുന്നതിനകത്തൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയെങ്കിൽ ഈ സീഡ് ഫണ്ടിങ്ങിലേക്ക് നമുക്ക് നിരവധി ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. കാരണം ഈ ഒരു നേട്ടം നമുക്ക് മാത്രം കിട്ടിയാൽ മതിയോ? പോരല്ലോ. നമ്മുടെ കൂടെയുള്ള സഹജീവികൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, അതോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സിന്, നെയ്ബേഴ്സിന്, ഇവർക്കൊക്കെ ഇത് ആവശ്യമല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ഈ സീഡ് ഫണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കഴിയും. ഇത് നിർബന്ധിതമാവുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തി 5000 രൂപ കൊടുത്ത് 1000 PVC മെറ്റ മേടിച്ച് അയാളുടെ വാലറ്റിൽ സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം മുതൽ സിസ്റ്റം അവിടെ പണി തുടങ്ങും. സിസ്റ്റമാണ് പിന്നെ പണിയെടുക്കുന്നത്. 0.20 വെച്ചുള്ള റിട്ടേൺ 1000 ദിവസം ആ വാലറ്റിലേക്ക് വരും. ആ 1000 PVC മെറ്റ 1000 മെറ്റയായിട്ട് മാറുന്നുണ്ടാവും. എന്നാൽ ഈ 1000 ദിവസം എന്നുള്ള ആ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്ന് വെച്ചാൽ ചുരുങ്ങിയ സമയത്തിനകത്ത് നമുക്ക് കിട്ടാനുള്ള ഈ 2000 മെറ്റ കിട്ടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാമെന്നാണ് സിസ്റ്റം പറയുന്നത്. അതിനുവേണ്ടി വളരെ സുന്ദരമായിട്ടുള്ള ഒരു കരിയർ, ഒരു 20 ലെവലുകളിൽ നിന്ന് നമുക്ക് ഇൻസെന്റീവ് കിട്ടുന്ന ഒരു കരിയർ ഈ സിസ്റ്റം നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നിരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സിസ്റ്റം പറയുന്ന ഒരു കാര്യം, 20 ലെവലുകളിൽ നിന്ന് ഇൻസെന്റീവ് ഒരു വ്യക്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ 20 ബിസിനസ്സുകൾ കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ലെവലിന്റെ ഇൻകം കിട്ടാൻ ഒരു ഡയറക്റ്റ് ബിസിനസ് ഇവിടെ ആവശ്യപ്പെടുന്നു സിസ്റ്റം. രണ്ടാമത്തെ ലെവലിന്റെ ഇൻകം കിട്ടാൻ രണ്ടാമത്തെ ഡയറക്റ്റ് ബിസിനസ് ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ 20 ലെവലുകളിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടാൻ 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഒരു വ്യക്തിയെ കൊണ്ട് സീഡ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ അദ്ദേഹത്തിന് എന്താണ് ഈ കിട്ടുന്ന ഇൻകം? നമ്മൾ പറഞ്ഞു 1000 മെറ്റയാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്, വാങ്ങി സൂക്ഷിച്ചിട്ടുള്ളത്, അല്ലെ നമ്മൾ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ളത്. അതിന് 0.20% ആണ് ഡെയിലി ഇറങ്ങുന്ന റിട്ടേൺ എങ്കിൽ 2 മെറ്റ ഒരു ദിവസക്കാലങ്ങൾ കിട്ടും. ആ 2 മെറ്റ ഒരു ദിവസക്കാലങ്ങൾ കിട്ടുമ്പോൾ 30 ദിവസം കൊണ്ട് 60 മെറ്റ വരുന്നുണ്ടാവും. അത്തരത്തിലുള്ള 20 ആൾക്കാരെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും 2 മെറ്റ വീതം കിട്ടുമ്പോൾ ഈ 20 പേർ കൂടി ചേർന്ന് 40 മെറ്റ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിന്റെ ഭാഗമായി ഇറങ്ങുന്നുണ്ടാവും പ്രതിദിനം. അതിന്റെ 20% നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ 40ന്റെ 20%, 8 മെറ്റ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ 30 ദിവസം കൊണ്ട് 240 മെറ്റ നമുക്ക് വരുന്നുണ്ടാവും. നോക്കൂ, ഈ 20 ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു 300 മെറ്റ
നമുക്ക് പേഴ്സണലി എന്നാണ് 60 മെറ്റ വരുന്നുണ്ട്. ദെൻ അതിനോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് 240 മെറ്റ 300 മെറ്റ നമുക്ക് ഒരു മാസം ഇൻകം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വിലയ്ക്ക് മാറ്റം വരുന്ന സമയത്ത് ഈ 300 മെറ്റ നമുക്ക് സെല്ല് ചെയ്ത് അതിന്റെ പൈസ എടുക്കാം. പക്ഷേ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറായാൽ, അല്പം ഒന്ന് സീരിയസ് ആയി ചിന്തിക്കാൻ തയ്യാറായാൽ ഈ സീഡ് ഫണ്ടുകൾ കൊണ്ട്, അതായത് ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ പറയുന്നത്. 21ാമത്തെ ഒരാള് വേണ്ട. നമ്മൾ 5000 രൂപയ്ക്ക് 1000 മെറ്റ വാങ്ങി നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കുന്നു. 20 പേരെ നമ്മൾ 21ാം ആൾ വേണ്ട. എന്തിന്? നമുക്ക് കോടീശ്വരനായി മാറും. എന്താണ് അതിന്റെ ടെക്നിക്ക്? ഈ 20 പേര് കൊണ്ട് 300 മെറ്റ ടോട്ടൽ മെറ്റയാണ് അങ്ങനെയെങ്കിൽ 3 മാസം കൊണ്ട്, 3 മാസവും ചില ദിവസങ്ങൾ കൊണ്ട് വീണ്ടും 1000 മെറ്റ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. ആ 1000 മെറ്റ എടുത്ത് നമ്മൾ റീസ്റ്റേക്ക് ചെയ്യുക. 33.5 മാസക്കാലത്തെ പ്രോഗ്രാമാണ് സിസ്റ്റം പറയുന്നത്, 1000 ദിവസത്തെ. അങ്ങനെയെങ്കിൽ 30 പ്രാവശ്യം നമുക്ക് ഇതിനെ റീസ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ റീസ്റ്റേക്ക് ചെയ്താൽ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മെറ്റയുടെ അളവ് എന്ന് പറയുന്നത് 30,000 മെറ്റയായിട്ട് മാറുന്നുണ്ടാവും. ഈ 30,000 മെറ്റയ്ക്ക് 10 രൂപ വില വന്നാൽ എത്ര വരും? 3 ലക്ഷം രൂപയായി. 20 രൂപ വില വന്നാലോ 6 ലക്ഷം രൂപയായി. 100 രൂപ വില വന്നാലോ 30 ലക്ഷം രൂപയായി. 1000 രൂപ വില വന്നാലോ 3 കോടി സംതിങ് ആയി. ഈ സിസ്റ്റം ഈ മെറ്റയുടെ പ്രൈസ് പ്രഡിക്ഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. വരുന്ന 2 വർഷക്കാലത്തിനകത്ത് ഏതാണ്ട് 3000 രൂപയ്ക്ക് മുകളിലേക്ക് ഇതിന്റെ വില ഉണ്ടാകും എന്നുള്ളതാണ് ശരിക്കും സിസ്റ്റം പ്രൈസ് പ്രഡിക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കപ്പെട്ടാൽ ഇത് 9 കോടി രൂപയ്ക്ക് മുകളിലുള്ള ആസ്തിയായിട്ട് നമ്മൾ മാറി. നോക്കൂ, എന്താണ് ചെയ്തത്? വളരെ സിമ്പിൾ ആയ ഒരു വർക്ക്. വെറും 5000 രൂപയ്ക്ക് മേടിച്ച് നമ്മൾ സീഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായി സിസ്റ്റത്തിന്റെ പാർട്ണറായി. 20 ആൾക്കാരെ കൊണ്ട്, കൂടുതലൊന്നുമില്ല, വെറും 5000 രൂപയുടെ കാര്യത്തിന് സീഡ് ഫണ്ടിങ് ചെയ്യിപ്പിച്ച് 1000 ദിവസം കൊണ്ടാണ് നമുക്ക് 2000 മെറ്റയാക്കി സിസ്റ്റം തരുന്നതെങ്കിൽ ആ 1000 ദിവസം വരുന്ന ആ മെറ്റയെ നമ്മൾ റീസ്റ്റേക്ക് ചെയ്ത് മെറ്റയുടെ അളവിനെ നമ്മൾ വർദ്ധിപ്പിച്ച് 30,000 മെറ്റ നമ്മൾ കരസ്ഥമാക്കുന്നു. അങ്ങനെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഈ PVC മെറ്റയുടെ വില മാറുന്നതനുസരിച്ച് നമ്മുടെ പിക്ചർ മാറും, നമ്മുടെ ജീവിതം മാറും, മറിയും. നമുക്കറിയാം 88 രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ PVC മെറ്റയുടെ റേറ്റ് ഒരു ഘട്ടത്തിൽ ഒരു വർഷക്കാലങ്ങൾ കൊണ്ട് 1365 രൂപ വരെ വന്നാണ്. അതിനുശേഷമാണ് ഇതിന്റെ വില പുറകോട്ട് കുറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ എത്തി നിൽക്കുന്നത്. കാരണം എന്താണ്? സിസ്റ്റത്തിന്റെ അപ്ഡേഷൻ. കാരണം ഈ വർഷമാണ് ശരിക്കും സിസ്റ്റം എന്താകാൻ പോകുന്നത്, എല്ലാ രീതിയിലും ഫുൾ സ്ട്രിങ് ആയിട്ട് പുറത്തേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 1000 ഒക്കെ കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. 100% ചാൻസ് വളരെ 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 കൂടുതലാണ്. അപ്പൊ ശരിക്കും നമുക്കൊരു കോടീശ്വരനായി മാറാൻ നമ്മൾ ഇവിടെ നിസാരപ്പെട്ട 5000 രൂപ മുടക്കി വെറും 20 ആൾക്കാരെ കൊണ്ട് സീഡ് ഫണ്ടിങ് ചെയ്യിപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മൾ കോടീശ്വരനായി മാറുന്നെങ്കിൽ നമ്മുടെ താഴെ ഇരിക്കുന്ന 20 ആളുകൾ അടങ്ങിയിരിക്കുമോ ഫ്രണ്ട്സ്? അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഈ ഒരു കാര്യത്തെക്കുറിച്ച്? അപ്പൊ ശരിക്കും ഈ സിസ്റ്റത്തിന്റെ ഈ ഒരു വർക്ക് 20x20 എന്ന് പറയുന്ന മെട്രിക്സിൽ വർക്കൗട്ട് ആകുന്ന കാര്യത്തിൽ തർക്കമില്ല. 20 പേര് വന്നാൽ വെറും 1000 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 9 കോടി രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് 400 പേർ കടന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ 400 പേരിലൂടെ 8000 പേർ കടന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ മില്യനേഴ്സും ട്രില്യനേഴ്സും ആക്കി മാറ്റുവാൻ ഈ സിസ്റ്റത്തിന് കപ്പാസിറ്റി ഉണ്ട്. ഇത് ശരിക്കും ഒരു അസറ്റ് ക്രിയേഷൻ ആണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. നമുക്ക് എങ്ങനെ ഒരു 2-3 വർഷക്കാലത്തിനകത്ത് ഒരു കോടീശ്വരനായി മാറാം? എന്നാൽ അങ്ങനെ 2-3 വർഷക്കാലം കാത്തിരിക്കാൻ വേണ്ടി സാധിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകണ്ടേ ഈ സിസ്റ്റത്തിനോടൊപ്പം നിൽക്കുമ്പോൾ? അതിനാണ് സിസ്റ്റം കൊണ്ടുവയ്ക്കുമ്പോൾ കസ്റ്റമർക്ക് ഇൻകം കൊടുക്കുന്ന ഒരു പ്ലാനുമായി PVC മെറ്റ കടന്നു വരുന്നു, പേൽവിൻ ഇന്റർനാഷണൽ കടന്നു വരുന്നു. റെക്കമെൻഡ് ചെയ്താൽ അതിനും കമ്മീഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റവുമായി PVC മെറ്റ നമുക്കിടയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ലോകത്തുള്ള 800 കോടി ജനങ്ങളിലേക്ക് PVC മെറ്റ എത്തിച്ചേരുന്ന ഒരു വർഷമാണ്, ദ ഫ്യൂച്ചർ ഓഫ് മണി എത്തിച്ചേരുന്ന ഒരു വർഷമാണ് ശരിക്കും 2025 എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ളത് അതിന്റെ അപ്ഡേഷൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ 2025 കൂടിയാവും
പേൽവിനായിട്ട് മാറുക എന്നൊരു ഒരു 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 അറിയിപ്പ് അവരുടെ ഔദ്യോഗിക സിസ്റ്റത്തിൽ ഈ സിസ്റ്റം നമ്മളെ അറിയിച്ചിരുന്നു. അപ്പൊ 100% നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മോരോരുത്തരും ട്രില്യേഴ്സും ഒക്കെയായി മാറുന്ന ഒരു വർഷമാണ് 2025. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു വർഷമാണ് 2025. അങ്ങനെയെങ്കിൽ ആ ആ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്, അതിനെ നാന്ദി കുറിക്കുന്നത് PVC മെറ്റയാണെങ്കിൽ, PVC മെറ്റയുമായി ബന്ധപ്പെട്ട പേൽവിൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന 2 പ്രോഗ്രാമുകൾ, സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് എന്നീ 2 പ്രോഗ്രാമുകൾക്ക് അതിയായ പ്രാധാന്യമുണ്ട്, വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ കെടാവിളക്കായിട്ട് PVC മെറ്റ മാറുന്ന ഒരു വർഷമാണ് ശരിക്കും 2025. എന്താണ് സീഡ് ഫണ്ടിങ്ങിന്റെ പ്രത്യേകത? എന്താണ് ടോക്കൺ ഫാമിങ്ങിന്റെ പ്രത്യേകത? നമുക്കറിയാം, ഈ ഡിജിറ്റൽ കറൻസികൾ സൂക്ഷിക്കുന്നത് വാലറ്റുകളിലാണ്. നമ്മളൊക്കെയും ട്രസ്റ്റ് വാലറ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെറ്റാമാസ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പൊ ഈ വക വാലറ്റുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു നമുക്കൊരു 12 രഹസ്യ വാക്കുകൾ, 12 സീക്രട്ട് ഫ്രൈസുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ആ സീക്രട്ട് ഫ്രൈസുകൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം ബിറ്റ്കോയിൻ വന്ന സമയത്തും ഇതേപോലെ വാലറ്റുകളിലാണ് സൂക്ഷിച്ചത്. പക്ഷെ പല ആളുകൾക്കും അന്ന് ഇതിന്റെ വളർച്ച ഇത്ര വലിയ ലെവലിലേക്ക് പോകുമെന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഈ സീക്രട്ട് ഫ്രൈസുകൾ എന്താണ്, 100-150 ബിറ്റ്കോയിനൊക്കെ മേടിച്ചു വെച്ചിട്ട് ഈ സീക്രട്ട് ഫ്രൈസുകൾ അറിയാതെ ഇന്ന് വിഷമിക്കുന്ന നിരവധി ആൾക്കാർ ഇന്ന് ലോകത്തിന്റെ കീഴിലുണ്ട്. അവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരായി, ശതകോടീശ്വരം, സഹസ്ര കോടീശ്വരന്മാരായി മാറേണ്ട സമയമാണ്. പക്ഷെ എന്ത് ചെയ്യാം, വാലറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോ ഈ വാലറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കറൻസികൾ സൂക്ഷിക്കുന്ന ഒരു പേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് സമാനമായിട്ടുള്ള, നമ്മൾ തന്നെ കൈകാര്യം ചെയ്ത ഒരു അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഈ ഡിജിറ്റൽ ഈ വാലറ്റുകളെ നമുക്ക് കാണാം. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, ട്രസ്റ്റ് വാലറ്റോ അല്ലെങ്കിൽ മെറ്റാമാസ്കോ പോലെയുള്ള വാലറ്റുകൾ. അതിന്റെ 12 വാക്കുകൾ, ആ 12 വാക്കുകൾ നമുക്കാണ് അറിയാവുന്നത്. ഈ 12 വാക്കുകൾ അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ശരിക്കും ലോകത്ത് ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്ന് പറയാം. ഇന്നുവരെ നമ്മുടെ ഫണ്ട് കൈകാര്യം ചെയ്തിരുന്നത് സെൻട്രലൈസ്ഡ് ഏജൻസികളായിരുന്നെങ്കിൽ, ബാങ്ക് പോലെയുള്ള സെൻട്രലൈസ്ഡ് ഏജൻസികളായിരുന്നെങ്കിൽ, ഇനി അങ്ങോട്ട് നമ്മുടെ ഫണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ആള് നമ്മളാണ്, അത് മറ്റാരുമല്ല. കാരണം ഈ 12 വാക്കുകൾ ഈ ലോകത്തിന് കീഴിൽ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മളാണ്. അതുകൊണ്ട് അറിയാവുന്ന ആൾക്ക് മാത്രമേ ഈ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, ആ വാലറ്റിലേക്കാണ് നമ്മൾ PVC മെറ്റ വാങ്ങിക്കുന്നത്. അങ്ങനെ PVC മെറ്റ നമ്മൾ മേടിച്ച് ഈ വാലറ്റിനകത്ത് സൂക്ഷിച്ചുകൊണ്ട് PVCmeta.io എന്ന് പറയുന്ന ഒരു ഡൊമൈനിലേക്ക് നമ്മൾ ഈ വാലറ്റിനെ നമ്മൾ ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പേൽവിൻ ഇന്റർനാഷണലിന്റെ സീഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായി മാറുന്നു. അങ്ങനെ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഒരു സീഡ് പാർട്ട്ണർ ആയിട്ട് മാറുകയാണ്. മീൻസ് സീഡ് ഫണ്ടിങ്ങിൽ വന്നിട്ടുള്ള ആളുകൾ 100% ഈ സിസ്റ്റത്തിന്റെ പാർട്ട്നേഴ്സ് എന്ന നിലയ്ക്കാണ് സിസ്റ്റം ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ പരിഗണിക്കുന്ന അപ്രകാരമാണ്. എവിടെയാണ് ഇതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്? PVC മെറ്റയ്ക്ക് ഒരു വിശേഷണം കൊടുത്തിരുന്നു ഈ സിസ്റ്റം, വിച്ച് ഈസ് പവേർഡ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന്. അപ്പൊ ശരിക്കും ഇന്ന് ഈ സിസ്റ്റത്തെ കേട്ട് മനസ്സിലാക്കി വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ സിസ്റ്റത്തിന്റെ പാർട്ട്നേഴ്സ് ആണ്. പക്ഷേ മനസ്സിലാക്കാനുള്ളവരാണ് പുറത്തു നിൽക്കുന്ന ഏറിയ പങ്കാൾക്കാരും. അവർ ഈ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ സിസ്റ്റത്തിന്റെ എന്താ പറയാ, മുന്നോട്ടുള്ള പോക്കുകളിൽ ചില പ്രത്യേകതയുണ്ട്. നമ്മൾ സീഡ് ഫണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ID നമ്പർ കിട്ടുന്നുണ്ട്. ആ ID നമ്പർ ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് ആവശ്യമുണ്ട്. കാരണം മറ്റുള്ള ആളുകൾക്ക് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ അവർക്കൊരു സ്പോൺസർ ID ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇനി മുന്നോട്ട് വരുന്ന ഒരു സമയത്ത് ഈ സ്പോൺസർ ID തേടിയ ആളുകൾ പരക്കം പായുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇപ്പോൾ സീഡ് ഫണ്ടിങ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ജസ്റ്റ് 5000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സീഡ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് വരാം. ഈ സീഡ് ഫണ്ടിങ് നമ്മൾ ചെയ്തു ടോക്കൺ ഫാമിംഗ് സിസ്റ്റം ചെയ്യുന്നു.
ഫാമിംഗ് USDT 130 രൂപ വില വരുന്ന ഫാമിംഗ് USDT 100 എണ്ണം വാങ്ങിച്ച് നമ്മുടെ വാലറ്റിൽ നമുക്ക് സൂക്ഷിച്ചാൽ നമുക്ക് ടോക്കൺ ഫാമിംഗിന്റെ ഭാഗമാവാം. tokenfarming.io എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിലേക്ക് ഇതിനെ ലിങ്ക് ചെയ്യും, ടോക്കൺ ഫാമിംഗിന്റെ ഭാഗമായി മാറുന്നു. അപ്പൊ ശരിക്കും ഫാമിംഗ് USDT നമ്മൾ 100 എണ്ണം വാങ്ങിച്ചു വെച്ചപ്പോ സിസ്റ്റം എന്ത് ചെയ്യുന്നു? പിറ്റേ ദിവസം തൊട്ട് അതിനും 0.20 വെച്ചുള്ള റിട്ടേൺ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അത് 1000 ദിവസക്കാലം നൽകുന്നു. അങ്ങനെ നമ്മൾ പണം മുടക്കി വാങ്ങിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഫാമിംഗ് USDT ഇരട്ടിയായിട്ട് മാറുന്ന സാഹചര്യം സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാലും ഈ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ലോസും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇനി 1000 ദിവസം എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നേരത്തെ സീഡ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഈ ടോക്കൺ ഫാമിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അവിടെയും ഒരു 20 ലെവലുകൾ